പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം കാർഷിക മേഖലയിലും വിജയപാതയിലൂടെ സഞ്ചരിക്കുകയാണ് പുറ്റടി NSPHS ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ പൊതുസ്ഥാപനങ്ങളിലെ പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂൾ വളപ്പിൽ വിജയകരമായി വിവിധ ഇനം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചത്. സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ സ്ഥാപനങ്ങളിലെ പച്ചക്കറി ഉൽപാദന പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തിയാണ് പുറ്റടി നെഹ്റു സ്മാരക പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിലെ 1 ഏക്കറോളം സ്ഥലത്ത് വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്തത്. മണ്ണ് പരിശോധന അടക്കം ശാസ്ത്രീയ കൃഷി രീതികൾ അവലംബിച്ചാണ് പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചതെന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥൻ വിപിൻ ജോൺ പറഞ്ഞു. ഉച്ചഭക്ഷണത്തിന് ശേഷം വരുന്ന ഫുഡ് വേസ്റ്റുകളെല്ലാം കമ്പോസ്റ്റ് ആക്കി മാറ്റി അത് വളമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ വേപ്പധിഷ്ഠിത കീടനാശിനിയാണ് ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിള്ളേരുടെ വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടിന് 100 മേനി വിളവ് കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുകയാണ്. വിളവെടുപ്പിൻ്റെ ദിവസമായിരുന്നു. വളരെ മനോഹരമായി ഒരു കൃഷിത്തോട്ടമുണ്ടാക്കി അതിൻ്റെ വളരെ വിജയകരമായി തന്നെ അതിൻ്റെ ഹാർവസ്റ്റിങ്ങും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഹാർവസ്റ്റിംഗ് ആയിരുന്നു. പച്ചക്കറി കൃഷിയിൽ മികച്ച ഉൽപ്പാദനമാണ് ലഭിച്ചത്. കുട്ടികളും അധ്യാപകരും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് വിളവെടുപ്പ് നടത്തി. പഠനത്തോടൊപ്പം കാർഷിക മേഖലയിലും കുട്ടികളിൽ താൽപര്യം ജനിപ്പിക്കുന്നതിനും സ്കൂൾ പരിസരം വൃത്തിയാക്കി സംരക്ഷിക്കുന്നതിനും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് പച്ചക്കറി കൃഷി നടത്തിയതെന്ന് ഹെഡ്മാസ്റ്റർ പി സേതുനാഥ് പറഞ്ഞു. നമ്മൾ ഈ കൃഷി ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് കൃഷിയിൽ താല്പര്യം ഉണ്ടാകാനും നിങ്ങൾ ഇതിലൊക്കെ താല്പര്യം കാണിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പദ്ധതി തുടങ്ങിയിരിക്കുന്നത്. പിന്നെ സ്കൂൾ പരിസരം വൃത്തിയായിട്ട് കിടക്കുക, നമ്മുടെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് സ്കൂളിൽ തന്നെ വിഷം തളിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 3 ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹരിതം, വർഷിണി, ആർദ്രം എന്ന് പറയുന്ന 3 ഗ്രൂപ്പുകളുണ്ട്. സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനും ഇതോടെ സാധിച്ചു. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ വിപിൻ ജോൺ, വിനു ശങ്കർ, ഷീജ, അധ്യാപകരായ രോഹിണി ഗോപാലകൃഷ്ണൻ, ജെസിമോൾ, ഫെമിന, സ്കൂൾ ജീവനക്കാരായ രാജൻ, രതീഷ് തുടങ്ങിയവർ വിളവെടുപ്പ് ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അണക്കര.